ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഇതിന് മുന്നേ 2-3 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ ഒരു ഷോർട്ട് വീഡിയോയുടെ ഒരു ലോങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളൊരു സോളാർ സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു കുഞ്ഞിൻ്റെ ഒരു ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട്. ആ സോളാർ സിസ്റ്റത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നിടുക പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ DC മോട്ടർ വെച്ചിട്ട് കറക്കുന്നതായിരുന്നു ഇത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഫോം ബോർഡാണ് ആവശ്യമുള്ളത്. ഇത് 3mm ഫോം ബോർഡാണ്. അതേപോലെ തന്നെ ഇത് 6mm ആണ് തോന്നുന്നു. 6mm കുറച്ച് കട്ടി കൂടിയ ഫോം ബോർഡ് നമ്മൾ താഴെ ബേസ് ആയിട്ട് കൊടുക്കാനും, അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു കറങ്ങുന്ന ഭാഗമല്ലേ അത് കൊടുക്കാനും ഏകദേശം ഈ കനമുള്ളതെങ്കിലും എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് നമ്മുടെ വെയിറ്റ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കനമുള്ളത് എടുക്കണം. അതിനുശേഷം ഇവിടെ മുകളിലോട്ട്, അതായത് ഇപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ഇങ്ങനെ ബെൽറ്റായിട്ട് വരുന്നതും, അതേപോലെ മുകളിൽ കാണുന്ന ഈ പോർഷൻ അത് കവർ ചെയ്ത് നിൽക്കാനുള്ളതും കട്ടി കുറഞ്ഞതായാലും കുഴപ്പമില്ല. പക്ഷേ അടിഭാഗത്ത് രണ്ടും നല്ല കട്ടിയുള്ളതാകണം, എന്നാലേ അത് ഒലയാതെ കറക്റ്റിൽ നിൽക്കുള്ളൂ. കാരണം നമ്മൾ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു DC മോട്ടർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ DC മോട്ടർ കറക്റ്റിന് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ഒലയാതെ നിൽക്കണം. നേരെ മറിച്ച് ഇത് ഈ കനം കുറഞ്ഞത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ വളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെയിറ്റ് എവിടെ കൂടുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ വളയും. അപ്പോൾ നമ്മൾ DC മോട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റിന് കറങ്ങില്ല. ഇനി ഇത് എങ്ങനെയാണ് ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാനൊരു DC മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഈ DC മോട്ടറിൽ ഇതാ ഒരു പുള്ളി വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു പുള്ളി, ഈ DC മോട്ടറിന് ഒരു പുള്ളി വെച്ചിട്ടുണ്ട്. ഈ ബേസിൽ കുറച്ച് കട്ടി കൂടി ബേസിന് വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു 6mm 7mm ഫോം ബോർഡിൽ ചെയ്തതാണിത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഹോള് കണ്ടോ, ഈ ഹോളിലാണ് കുട്ടി ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടീൻ്റെ സൈസിനനുസരിച്ച് വേണം ഈ ഹോളാക്കാൻ. ഞാനിപ്പോൾ എൻ്റെ കുട്ടി ചെറിയ മോനായതുകൊണ്ട് ഒരു ഏകദേശം LKG-യിലാണ് അവിടെ. അപ്പോൾ അവർക്ക് ഇത്ര വന്ന് ചെറിയ ഹോൾ മതി, കുഞ്ഞു ഹോൾ മതി. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ സൈസിനനുസരിച്ച് അവിടെ ഹോളാക്കുക. പിന്നെ ഈ ഒരു ഏകദേശം ഒരു വീതി എടുക്കുക. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടാക്കിയില്ലേ, ഈ പീസ് ഉണ്ടാക്കിയത് നിന്ന് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 2mm, ഇവിടുന്ന് ഏകദേശം 2mm വിട്ടിട്ട് വേണം ഇതേപോലത്തെ സെയിം പീസ് വേണം ഉള്ളിൽ വരാൻ. അതായത് ഇവിടുന്ന് 2mm കുറവ് വേണം, ഇവിടുന്ന് 2mm കുറവ് വേണം. അങ്ങനത്തെ ഒരു പീസ് ആക്കണം ഉള്ളിൽ വെക്കേണ്ടത്. എന്നാലേ നമുക്കത് കറങ്ങുള്ളൂ. കറങ്ങാനൊരു ഗ്യാപ്പ് വേണം. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പീസ് കൂടി ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് കുറച്ച് കുറഞ്ഞതും ഇവിടുന്ന് കുറച്ച് കുറഞ്ഞതും ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടാക്കാൻ നോക്കണം. ഈ മോട്ടറിനെ കുറിച്ച് പറയാം. ഇത് DC മോട്ടറാണ്. നമുക്കിത് 12 വോൾട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് 9 വോൾട്ടിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ DC മോട്ടർ RPM, ഏറ്റവും കുറഞ്ഞ RPM-ൽ കറങ്ങുന്ന മോട്ടർ നമ്മൾ ഈ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് ഏകദേശം ഒരു 20-30 RPM ഉള്ളൂ. അത്രയും ചെറിയ RPM-ൽ കറങ്ങുന്ന മോട്ടറാണിത്. അതുപോലെ തന്നെ ഈ പുള്ളിയും നമുക്ക്, ഇപ്പോൾ ഈ മോട്ടറിന് കൊടുക്കിയ പുള്ളിയില്ലേ, ഈ പുള്ളി നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും വാങ്ങാം. പിന്നെ ഒരു ചെറിയൊരു മിനി സ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി, അതുപോലെ തന്നെ ബാറ്ററി കൊടുക്കാനുള്ള ഒരു അഡാപ്റ്റർ. ഇത്രയും നമുക്ക് ഇത് കറക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളി മുകളിലെ ബേസിൽ തട്ടിയിട്ട് എങ്ങനെ ആയാലും അത് കറങ്ങാൻ പോകുന്നില്ല. കാരണം ഈ പ്രതലം നല്ല സ്മൂത്താണ്. അപ്പോൾ ഇത് കറങ്ങാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് ഇതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കണ്ടോ, ഇത് എന്താണെന്നറിയോ, ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡോംസ് എന്നില്ല, ഒരു എറൈസറാണ്. ഡോംസിൻ്റെ എറൈസറാണ്. ഇതിനുള്ള ഒരു വീടിൻ്റെ ഒരു ഡ്രമ്മൊക്കെ വരും കേട്ടോ. അത് ഞാൻ ഊരിയെടുത്തതാണ്. അപ്പോൾ ഈ എറൈസർ, വലിയൊരു എറൈസർ വാങ്ങിയിട്ട് ഇതാണ് ഞാൻ ഇതിനിട്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പൊട്ടിപ്പോയി, ഞാനത് എടുത്ത സമയത്ത് പൊട്ടിപ്പോയതാണ് കേട്ടോ. ഇതാ ഇതുപോലെ വരും. ഇതുപോലെ ഇങ്ങനെ ഈ പുള്ളിമേൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിന് കറക്റ്റ് നല്ല ഗ്രിപ്പായിരിക്കും. അപ്പോൾ മുകളിലില്ല ആ ബേസ് ഇതിമ തട്ടിയിട്ട് ഇതിങ്ങനെ നല്ല കറങ്ങാൻ സഹായിക്കും. ഓക്കെ, അടിഭാഗത്തൊക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് വരാം. ഇതിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഈ ബേസാണ് കറങ്ങുന്നത് കേട്ടോ. അടിഭാഗത്തെ ബേസും ഉൾഭാഗത്തെ ബേസും. ഈ അടിഭാഗത്തെ ബേസിന് ഇത് കണ്ടോ, ഞാനൊരു ചെറിയൊരു സ്കേർട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ടിങ് കൊടുത്തത് ഞാൻ 3mm സ്കേർട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ ഉൾഭാഗത്ത് കുട്ടിയെ നിർത്തുന്നത് ഇവിടെ സ്കേർട്ടിങ് അല്ല കൊടുത്തത്. ഇവിടെ ഇത് മുതൽ കുറച്ച് മുകളിൽ എത്ര ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചില്ല ഒരു വലിയൊരു സ്കേർട്ടിങ് എന്ന് തന്നെ പറയാം. ഒരു വലിയൊരു രീതിയിൽ സിലിണ്ടറിക്കൽ രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്കേർട്ടിങ് കൊടുത്തു, ഉള്ളിൽ ഇതേപോലെ സിലിണ്ടറായിട്ട് ഇങ്ങനെ കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ബേസിൻ്റെ മുകളിൽ വരുന്ന കറങ്ങാനുള്ള ഭാഗം, രണ്ടാമത്തേത് കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ കൈയോട് കറക്കാൻ തന്നെ ഫ്രീ ആയിട്ട് കറങ്ങും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ, അതായത് അകത്തത്തെ റൗണ്ടും പുറത്തത്തെ റൗണ്ടും കട്ട് ചെയ്യുമ്പോൾ കഴിയണതും നല്ല മെഷീൻ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്താൽ എങ്ങനെയായാലും ഈ ഒരു കർവ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് മെഷീൻ കട്ടിങ് തന്നെ നമ്മൾ ചെയ്യാം. അത് ലേസർ കട്ടിങ്ങോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ചെയ്യാം. പിന്നെ ഈ താഴത്തെ ബേസില്ലേ,
ആ ബേസുമേൽ ഞാൻ കുറച്ച് വീല്, അതായത് ഇതൊന്ന് സ്മൂത്തായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീല് വെച്ചിട്ടുണ്ട്. ആ വീല് ഞാൻ എന്തിൻ്റെ വെച്ചെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ കുട്ടികൾ കളിക്കുന്ന ഒരു 15 രൂപയുടെ കാറില്ലേ, ഇത് ഈ കാറിൻ്റെ ഈ വീലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വീലെടുത്തിട്ട് കറക്റ്റായിട്ട് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കാറിൻ്റെ അതേപോലെ പൊട്ടിച്ച് വെച്ചാലും മതി. ഇതിൻ്റെ മേലെ കറങ്ങുമ്പോൾ ഈ വീല് കറങ്ങുമല്ലോ, അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഞാനിതൊക്കെ ഊരിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഊരിയിട്ട് ഇതിലൊരു ചെറിയൊരു പൈപ്പ് പോലെ വെച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ വീലിങ്ങനെ കറക്കി കഴിഞ്ഞാൽ കറങ്ങും ആ രീതിയിൽ. ഞാൻ വീഡിയോയിൽ അതൊക്കെ ഞാൻ ആ ഷോർട്ട് വീഡിയോയിലുണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ അടിഭാഗത്തെ ബേസ്മെൻ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വീല് വെച്ചതിന് ശേഷം ഈ മുകളിലെ ആ പീസ് വെച്ച് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കറങ്ങാൻ തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഉള്ളിൽ വെച്ച ഈ ബേസ് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച തിരിയുന്ന ഭാഗമല്ലേ, ആ ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ താഴത്തെ മോട്ടറില്ലേ, ഈ മോട്ടറിൻ്റെ ഈ റബ്ബർ ഉണ്ടല്ലോ, അത് ഇവർ കറക്റ്റായിട്ട് തട്ടി നിൽക്കണം, എന്നാലേ കറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മോട്ടർ ഉള്ളിലേക്കോ താഴോട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഫുള്ള് ഞാൻ ഗമ്മ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഫ്ലെക്സ് ഗ്ലൂ ഇല്ലേ, അതാണ് പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കും. ഇതിലുള്ള പ്ലാനറ്റ്സുകൾ നമുക്ക് അത്ര പോകുന്ന ബോളുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്നറിയാം. ഇതൊക്കെ ഇത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേക്ക് സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസുകൾ വാങ്ങില്ലേ, ആ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത് പല സൈസിലുള്ളതും അതിലുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിന് വൈറ്റ് കളറിംഗ് ആണ് ചെയ്തത്. പ്ലാനറ്റിൻ്റെ പില്ലറും അതേപോലെ തന്നെ ഇതിൻ്റെ പില്ലറൊക്കെ ഇതാ ഇതിൻ്റെ പീസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ മുകളിൽ ഞാൻ പറഞ്ഞില്ല 3mm ഒരു പീസ് അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം. പിന്നെ 2 ബാഗിൻ്റെ വള്ളിയാണത്. പഴയ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പഴയ ബാഗിൻ്റെ വള്ളി, ആ ബാഗിൻ്റെ വള്ളിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED സ്ട്രിപ്പാണ്, 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന സ്ട്രിപ്പാണ്. അത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ലേശം വെളിച്ചം കുറച്ച് കമ്മിയായി വരുന്നുള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 9 വോൾട്ടിൻ്റെ വെളിച്ചം കിട്ടുന്ന LED എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം. LED വെച്ചിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇതാ ഇതിൻ്റെ ഈ മുകളിലെ ടോപ്പ് പോർഷൻ ഇല്ലേ, അതിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് സാധാരണ നമ്മുടെ LED സ്ട്രിപ്പ് പ്ലേറ്റ് ഇല്ലേ, അതിൻ്റെ ഇത്ര 3 പീസ് ഫ്രണ്ടിലോട്ടൊന്ന് കാണാൻ വേണ്ടി പീസ് വെച്ചു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു സംഖ്യനെ ഒരു വരച്ചിട്ട് സെൻറ്ററിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ കുറച്ച് ഫോം ഇട്ടിട്ടുണ്ട്, അത് ഫൈബർ ഫോം അല്ലേ, ഈ കിടക്കയിലും കല്യാണയിലൊക്കെ വരില്ലേ, അതുപോലത്തെ കുറച്ച് ഫൈബർ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വരാം, അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോകൾ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരാം, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.